അമ്മ ഞാൻ വന്നു. ആ വാവ വന്നോ? കായവും ലേസും കിട്ടിയോ വാവേ? കായവും ലേസും കിട്ടിയമ്മേ. പക്ഷെ ആ കടക്കാരി അമ്മച്ചിക്ക് ഇത്തിരി ദേഷ്യം കൂടുതലായിരുന്നു. അതെന്താ വാവ അങ്ങനെ പറഞ്ഞേ? ആ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു 1 കിലോ കായം തരാൻ. എടി കുരുത്തം കിട്ടോളാം, ഞാൻ നിന്നോട് 10ന്റെ ഒരു കായം വാങ്ങാനല്ലേ പറഞ്ഞത്? അമ്മയല്ലേ പറഞ്ഞത് 1 കിലോ കായം വാങ്ങാൻ? ഓ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരിടത്ത് ജയിക്കാൻ അറിയില്ലല്ലോ. ഒരിടത്ത് ജയിക്കാൻ നീ എന്നെ സമ്മതിക്കൂലല്ലോ. ആ അത് പോട്ടെ, നീ ലേസ് വാങ്ങിച്ചോ? ആ വാങ്ങിച്ചു, 1 കിലോ ലേസ്. 1 കിലോ ലേസാ? നീ ആ കവറിങ് തന്നേ. ഇതാ അമ്മ കവറ്. ഓ ഭാഗ്യം, അമ്മച്ചിക്കെങ്കിലും ബോധമുണ്ടല്ലോ. 1 ലേസേ ഉള്ളൂ. ഞാൻ 1 ലേസാ ചോദിച്ചത്. അത് പോട്ടെ, എത്ര രൂപയായി? 40 രൂപയായി. ആ ബാക്കി 10 രൂപ എവിടെ? ആ അമ്മച്ചി ബാക്കി പൈസ തന്നില്ല. എന്ത് ബാക്കി പൈസ തന്നില്ലെന്നോ? അത് കൊള്ളാലോ, കൊച്ചുപിള്ളേരെ പറ്റിക്കാൻ നോക്കുന്നത്. നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. നമുക്ക് കടയിൽ പോയി അമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടേ എന്ന കാര്യമുള്ളൂ. വേണ്ട അമ്മ, കടയിൽ പോണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? എന്തായാലും കടയിൽ പോയേ പറ്റൂ. നീ പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ഞാൻ ഡ്രസ്സ് മാറ്റി അമ്മ. മാമി, നിങ്ങൾ എൻ്റെ കൊച്ചിന് 40 രൂപയ്ക്ക് 1 കിലോ കായവും 1 കിലോ ലേസും കൊടുത്തോ? ആര് പറഞ്ഞു? ഈ കൊച്ചാ വന്ന് നിരച്ച് ചോദിച്ചത് 1 കിലോ കായവും 1 കിലോ ലേസും തരാൻ. അതൊക്കെ അവൾ എന്നോട് പറഞ്ഞു. പിന്നെ എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനു 40 രൂപയ്ക്കൊക്കെ കായവും ലേസും കൊടുത്തത്? 40 രൂപയ്ക്ക് 60 രൂപയ്ക്ക്. അത് മാത്രമല്ല, 60 രൂപയ്ക്ക് പകരം 50 രൂപയാണ് ഈ കൊച്ച് എൻ്റെ കയ്യിൽ തന്നത്. അയ്യോ അമ്മ, ഞാൻ പറഞ്ഞ കള്ളം അറിഞ്ഞല്ലോ. അയ്യോ ഇനി വീട്ടിൽ പോയിട്ട് അമ്മേനെ അടിക്കുമല്ലോ. സോറി മാമി, 10 രൂപ ഞാൻ തന്നേക്കാം. ആ ശരി, നീ വാ, വീട്ടിൽ വാ. നിനക്ക് വച്ച അമ്മ വേദന എടുക്കണമ്മ, ചെവി വേദന എടുക്കണമ്മ. വീടമ്മ, ഞാൻ ഇനി കള്ളം പറയൂലല്ലോ.